അപ്പോൾ എനിക്ക് മനസ്സിലായി ജനങ്ങളെ മുന്നിൽ കിട്ടണമെങ്കിൽ എന്താണ്, ഒരു പാട്ടാണെങ്കിൽ എൻ്റെ ഗായകനാവണം. നിങ്ങൾക്ക് നാട്ടുകാരറിയലാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രധാന പ്രശ്നം അതായിരുന്നു. യെസ്, ഈ പട്ടി പൂച്ച നായ മൂരിയായിട്ടുള്ള ജീവിതമാണല്ലോ. മറ്റേ ഒരു പൂച്ച ചത്തു എന്ന് പറഞ്ഞാൽ ന്യൂസ് വരലില്ല. ഞാനൊരു വട്ടപ്പൂച്ച ചോദിച്ചു കഴിഞ്ഞാൽ ചരമക്കോളത്ത് സന്തോഷ് പണ്ഡിറ്റ് മരിച്ചു എന്ന് വരാനില്ല. കാരണം ഞാൻ ഇപ്പോൾ PWDയിൽ അവസാനം ചീഫ് എഞ്ചിനീയർ ആവൂല. ചീഫ് എഞ്ചിനീയർ ആയിട്ട് പിരിഞ്ഞാലും ചീഫ് എഞ്ചിനീയർ അങ്ങനെ വരുള്ളൂ. അപ്പോൾ ജനങ്ങളെ മുന്നിൽ കിട്ടണമെങ്കിൽ ഒന്നുകിൽ നടനാവണം അല്ലെങ്കിൽ ഗായകനാവണം. അതിനാണോ ഈ നാട്ടുകാരുടെ മുമ്പിൽ കൂട്ടും സൂട്ടും കണ്ണടയൊക്കെ അല്ല സാർ, അല്ല ഞാൻ അതിലേക്ക് അപ്പം ഞാൻ പറയുന്നത് ഇതിനു വേണ്ടിയാണ് ഞാൻ നായകനാവുന്നത്. അപ്പോൾ എൻ്റെ ഇനി അതായത് സിനിമ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ സിനിമയല്ല പഠിച്ചത്. സിനിമ ചെയ്യാൻ പോകുന്നവൻ കലയെക്കുറിച്ച് ആലോചിച്ച് ഞാൻ തലമുണ്ടാക്കല്ല ചെയ്ത്. ഞാൻ ആലോചിച്ചത് ജനങ്ങളിലേക്ക് എങ്ങനെ ഒരു കാര്യം എത്താം. എനിക്ക് പൈസയ്ക്ക് വിലയുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് കഷ്ടപ്പെട്ട് GPF-ഉം മറ്റു കിട്ടുന്ന ചെറിയ പൈസയ്ക്കൊക്കെ പെൻഡിങ് വെച്ചിട്ടാണ് ഞാൻ ഒരു സിനിമ എടുക്കുക. അപ്പോൾ എനിക്ക് സിനിമ പൈസ തിരിച്ചു കിട്ടിയേ പറ്റും. സാറേ ചോദ്യത്തിന് ഉത്തരമാണത്. എനിക്ക് പൈസ തിരിച്ചിട്ട് കിട്ടും അറ്റ് എനി കോസ്റ്റ്. അതേസമയം ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ 10 സിനിമ ചെയ്യുമ്പോൾ അതിൽ ഒരു സീനിൽ പോലും ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല. ഇപ്പം തന്നെ മലയാള സിനിമയിൽ എന്തൊക്കെയോ തട്ടിപ്പായാലും വെട്ടിപ്പായാലും ഇതൊന്നും ഞാൻ എൻ്റെ ഒരു സിനിമയിലും പറഞ്ഞിട്ടില്ല. സാറ് പറഞ്ഞില്ലേ, നിങ്ങളുടെ സിനിമ കാണുമ്പോൾ നിലവാരത്തെക്കുറിച്ച്. സാർ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ എത്രയോ നടന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മാനക്കേടുണ്ടായില്ലേ? സർ, സന്തോഷ് പണ്ഡിറ്റിനേക്കാൾ മാനക്കേട് അപ്പോഴാണ് നിങ്ങൾക്ക് ഉണ്ടായത്. അറ്റ്ലീസ്റ്റ് സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം സിനിമ ചെയ്യുന്നു, ഇത്രയേ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഈ മുഖവും വെച്ച് ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്. എങ്കിലും ഒരു ഗെയിം കളിച്ചു നോക്കാം. സാർ ഒന്ന് കംപ്ലീറ്റ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, ഞാൻ എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളതിനെ സാറിന് മറുപടി വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മലയാളികളുടെ തലച്ചോറിനൊന്ന് സ്കാൻ ചെയ്ത് നോക്കി, എന്താണ് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്. ശരി, എനിക്ക് മനസ്സിലായി ഞാനൊരു സിനിമ എടുക്കാൻ വരുമ്പോൾ എന്ത് വേണം, ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ. അതിനാണ് ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്. സാർ, അത് കോപ്രായം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ്. അത് സാറിന് അങ്ങനെ തോന്നാം, വേറെ ആൾക്ക് അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മള് ഇവർ സന്തോഷം കൗണ്ടർ ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ പറയുന്നു. സാർ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഇറ്റ് ഡിപ്പെൻസ്. കലയുടെ കൂട്ടത്തില് നമ്മള് ബിസിനസ് ചിന്തിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അത് തന്നെ ഇപ്പൊ ഈ 10 എന്നുള്ളത് 10 എന്നുള്ള ബാദുഷ എന്ന് പറയുന്നത് സാറേ 25 അധികമായി. നമ്മുടെ ഇത്രയും കാലം കുറച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ പടത്തിന് മുമ്പ് നമ്മളിപ്പോൾ ഓൾറെഡി ബിസിനസ് ആക്കി 9.5 കോടി അയാളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി റിലീസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ എങ്ങനെയായാലും നമ്മുടെ പടത്തിനൊരു ഓളമുണ്ട്. ഒരു 19 ലക്ഷം രൂപ നമുക്ക് നമ്മുടെ ഷെയർ കിട്ടിയാൽ നമ്മൾ ഈക്വലായിരുന്നത്. അത് ഷെയർ കിട്ടിയത് എനിക്ക് ഫസ്റ്റ് ഡേ കിട്ടിയ ഷെയർ എന്ന് പറയുന്നത് 79 ലക്ഷമായിരുന്നു. രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 54 അങ്ങോട്ട് പടക്കുന്നത്. എൻ്റെ ജനറലി ഹിറ്റാവുന്ന പടം എന്ന് പറഞ്ഞാൽ 3 ദിവസം 4 ദിവസം ഈ 79 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അത് ആദ്യത്തെ ദിവസം എനിക്കറിയാം. ലാസ്റ്റ് 6 മണിക്കൂർ ഉണ്ടായിരുന്ന ക്ലൈമാക്സ് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അത് എൻ്റെ മിസ്റ്റേക്കോ പ്രൊഡ്യൂസറുടെ മിസ്റ്റേക്കോ ആരുടെ ആയിക്കോട്ടെ, ഞാൻ ഫസ്റ്റ് കോപ്പി കാണാതെ പടം റിലീസ് ചെയ്യേണ്ടി വന്നു.